മുമ്പാണ് BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. 24 റിപ്പോർട്ടറായിട്ടുള്ള മേഘ്ന മുരളി ഈ പ്രതിഷേധം ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് നിങ്ങൾ സംസാരിക്കരുത് എന്ന് ആരോപിച്ചുകൊണ്ട് BJP പ്രവർത്തകർ ഈ മാധ്യമ പ്രവർത്തകർക്കെതിരെ മാധ്യമപ്രവർത്തകർക്ക് നേരെ ചെന്നത്. എല്ലാവരും ചേർന്ന് കൂട്ടമായി ചേർന്ന് മാധ്യമ പ്രവർത്തകർ മേഘ്ന മുരളിയെ തള്ളുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനിടയിൽ നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ഇടപെട്ടുകൊണ്ടാണ് മേഘ്ന മുരളിയെ സംരക്ഷിക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഇങ്ങോട്ട് മാറ്റിയതിനു ശേഷവും BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനമാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ നമ്മൾ ഈ സംഭവ സ്ഥലത്തെത്തുകയും എന്താണോ ഈ സംഭവം നടക്കുന്നത് അത് റിപ്പോർട്ട് ചെയ്യുകയും മാത്രമാണ് മേഘ്നയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഇല്ലാതെ അവരുടെ നേതാക്കളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് BJP പ്രവർത്തക നേതൃത്വത്തിൽ കൂട്ടമായി മാധ്യമപ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിച്ചത്. അതിനോടൊപ്പം തന്നെ മറ്റു മാധ്യമപ്രവർത്തകരെയും കൂട്ടമായി BJP നേതാക്കൾ തള്ളി മാറ്റുന്ന സ്ഥിതിയുണ്ടായി. പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞിട്ട് പോലും BJP പ്രവർത്തകർ അത് നിർത്താൻ തയ്യാറായില്ല. നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ പിന്നീട് കഷ്ടപ്പെട്ടിട്ടാണ് മേഘ്ന മുരളിയെ ഈ കൂട്ടത്തിന്റെ അകത്ത് നിന്ന് മാറ്റാൻ കഴിഞ്ഞത്. എന്തായാലും നിലവിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. പക്ഷേ BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനമാണ് യാതൊരു വിധത്തിലുള്ള കാരണങ്ങളും ഇല്ലാതെ ഉണ്ടായിരിക്കുന്നത്. സരിക, ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ BJPയെ പ്രകോപിപ്പിച്ചത്? റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ അവർക്ക് പ്രകോപനപരമായ ഒരു കാരണം എന്താണ്? സരിക, ആദ്യഘട്ടത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു BJP പ്രവർത്തകർ. പിന്നീട് ഇവിടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അതിനിടയിലാണ് BJP പ്രവർത്തകരുടെ മുൻനിരയിലുണ്ടായിരുന്ന നേതാക്കൾ അവർ സംസാരിക്കാനായി ആദ്യഘട്ടത്തിൽ വന്നത്. ആദ്യഘട്ടത്തിൽ ഒരു നേതാവ് സംസാരിച്ചു. പിന്നീട് അതിനുശേഷം മറ്റൊരു നേതാവ് കൂടി വന്നു. അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുൻപാണ് 24-ലെ റിപ്പോർട്ടറായിട്ടുള്ള മേഘ്ന റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചത്. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും ശബ്ദം പുറത്തേക്ക് വരും. ഈ ശബ്ദം BJP പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ അരോചകമായി തോന്നി. അവരുടെ നേതാവിനെ സംസാരിപ്പിക്കാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ തെറ്റായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കണം എന്ന് യാതൊരു വിധത്തിലുള്ള പ്രകോപനവും ഇല്ലാതെയാണ് BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു നിർദ്ദേശമുണ്ടായത്. പക്ഷേ മേഘ്ന കുറച്ചധികം അങ്ങോട്ട് മാറി നിന്ന് റിപ്പോർട്ട് ചെയ്തെങ്കിൽ പോലും അത് പറ്റില്ല എന്നുള്ള നിലപാട് BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. പിന്നീട് മേഘ്നയെ ഈ സ്ഥലത്ത് നിന്ന് തള്ളി നീക്കാനുള്ള ശ്രമവും ഉണ്ടായി. നമ്മളടക്കമുള്ള മാധ്യമ പ്രവർത്തകർ മേഘ്നയെ തള്ളരുത്, നിങ്ങൾ പ്രകോപനം ഉണ്ടാക്കരുത് എന്നുള്ള കാര്യങ്ങൾ BJP പ്രവർത്തകരോട് ആവർത്തിച്ചു പറഞ്ഞെങ്കിൽ പോലും അവരതിന് തയ്യാറായില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോകണം, തെറ്റായ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, എന്തോ അജണ്ട വെച്ചുകൊണ്ടാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുശേഷം നമ്മുടെ മറ്റ് ചാനലുകൾ റിപ്പോർട്ടർമാരെ തള്ളി നീക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയുന്നത് ഈ മാധ്യമപ്രവർത്തകരുടെ നേരെ ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ BJPയുടെ കുത്തിയിരിപ്പ് സമരമൊക്കെ അവസാനിപ്പിച്ചോ? അതിന്റെ അവസ്ഥ എന്താണ്? സമരം ഇതുവരെയും അവസാനിച്ചിട്ടില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ BJP പ്രവർത്തകർ അവിടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്, പ്രതിഷേധിക്കുകയാണ്. കാരണം അവർ പ്രധാനമായും ആരോപിക്കുന്നത് ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിലെ CAയും SAയും അടക്കമുള്ള ഉദ്യോഗസ്ഥർ CPIMന്റെ കൈകളായി പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ നൽകി കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നില്ല, കേസെടുക്കാൻ ആവശ്യപ്പെട്ടാൽ അതുണ്ടാകുന്നില്ല, യാതൊരു വിധത്തിലുള്ള നടപടികളും BJP പ്രവർത്തകർ RSS പ്രവർത്തകർ നൽകുന്ന പരാതിയിൽ ഉണ്ടാകുന്നില്ല. നിരവധി തവണ വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് എന്ന ുള്ള കാരണങ്ങളാണ് BJP പ്രവർത്തകർ പറയുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ BJP പ്രവർത്തകയ്ക്ക് നേരെ ലൈംഗിക പ്രദർശനം നടത്തിയ ആൾക്കെതിരെ പരാതി നൽകിയിട്ട് പോലും കേസെടുക്കാതിരുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ BJP പ്രവർത്തകർക്കെതിരെ നരനായാട്ടാണ് പോലീസ് നടത്തുന്നത് എന്നീ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടായിരുന്നു BJPയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതിഷേധം ഉണ്ടായത്. എന്തായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇനിയിപ്പോൾ എത്ര സമയം വരെ ഈ പ്രതിഷേധം തുടരും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. എന്തായാലും നേതാക്കളടക്കമുള്ള മുതിർന്ന BJP നേതാക്കളടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഇനിയിപ്പോൾ ഏത് ഘട്ടത്തിലേക്കാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രതിഷേധം പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. സരിക.